വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇത്രയും സമയമായിട്ട് എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? ഈ ചാപ്റ്ററിൻ്റെ ദ ബ്യൂട്ടി ഓഫ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടൻസ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? Based on box A, identify and write the appropriate items from box B and C. അപ്പോൾ ഫസ്റ്റ് 3 ബോക്സസ് ഉണ്ട് അല്ലേ? ബോക്സ് എ, ബോക്സ് ബി, ബോക്സ് സി. ഈ എ കോളത്തിൽ എന്താ തന്നിട്ടുള്ളത്? പാരസിറ്റിസം, പ്രിഡേഷൻ, കമൻസാലിസം, മ്യൂച്വലിസം, കോമ്പറ്റീഷൻ. ബിയിൽ എ ബി സി ഡി ഇ എന്ന് പറഞ്ഞിട്ട് 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സി പോർഷനിലും എ ബി സി ഡി ഇ എന്ന് പറഞ്ഞിട്ട് 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ എക്ക് കറക്റ്റായിട്ട് ബി കോളത്തുനിന്നും സി കോളത്തുനിന്നും മാച്ച് ചെയ്ത് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പാരസിറ്റിസം, പ്രിഡേഷൻ ഇതൊക്കെ എന്താണ്? ഇക്കോളജിക്കൽ ഇൻ്ററാക്ഷൻസ് ആണ്. ഓക്കെ, നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് പ്ലസും മൈനസും ഒക്കെ വെച്ച് പഠിച്ചതാണ് വിത്ത് എക്സാമ്പിൾ. അപ്പോൾ അതും പഠിച്ച എൻ്റെ മക്കൾക്ക് ഇത് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ നോക്കിയാലോ. ഫസ്റ്റത്തത് 1 പാരസിറ്റിസം. ഓക്കെ, പാരസിറ്റിസം എന്താണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ, ഇ ആണോ? യെസ്, ഇ ആണ്. 1 benefits, other is harmed. അതല്ലേ പാരസിറ്റിസത്തിന്? ഒരാൾക്ക് ബെനിഫിറ്റ് ആണ്, പാരസൈറ്റിന്റെ ബെനിഫിറ്റ് ആണ്, പക്ഷെ ഹോസ്റ്റിന് അതൊരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് അവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ പാരസിറ്റിസത്തിന് നമ്മൾ എക്സാമ്പിൾ എന്താ പഠിച്ചിട്ടുള്ളത്? യെസ്, കാറ്റ് ആൻഡ് ഫ്ലീ. ഓക്കെ, ഗുഡ്. പിന്നെ ഈ ട്രീയിലെ എപ്പിഫൈറ്റ്സ് അതൊക്കെ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് കാറ്റ് ആൻഡ് ഫ്ലീ ആണ്. ദെൻ സെക്കൻഡ് വൺ പ്രിഡേഷൻ. പ്രിഡേഷൻ എന്താണ്? യെസ്, ബെനിഫിറ്റ് ടു വൺ, ഹാംഫുൾ ടു അനദർ. ദ പ്രേ ബിക്കം ഫുഡ് ഫോർ ദ പ്രിഡേറ്റർ. പ്രിഡേറ്റർ പ്രേനെ പിടിക്കുന്നു. അപ്പൊ പ്രിഡേറ്റർക്ക് ഗുണമാണ്, പ്രേക്ക് അത് ഹാംഫുൾ ആണ്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്താ പറയാം? ടൈഗർ ആൻഡ് ഡീർ. യെസ് യെസ് യെസ്, ഈ വേട്ടയാടലൊക്കെ ഈ പ്രിഡേഷനിൽ വരും. പിന്നെ കമൻസാലിസം. കമൻസാലിസം beneficial to one, neither beneficial nor harmful to another. അതായത് +0 ഇന്ററാക്ഷൻ ആണ്. ഒരാൾക്ക് ഗുണമാണ്, മറ്റേ ആൾക്ക് ഗുണമില്ല ദോഷമില്ല, ന്യൂട്രൽ ആയിട്ട് വരും. അപ്പോൾ അതിന്റെ എക്സാമ്പിൾ എന്താണ്? വാൻഡ ആൻഡ് മാംഗോ ട്രീ. യെസ്, കറക്റ്റ്. ദെൻ ഫോർത്ത് വൺ മ്യൂച്വലിസം. മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ യെസ്, ബെനഫിഷ്യൽ ടു ബോത്ത് ഓർഗാനിസം. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്ഫുൾ ആക്കും. ഓക്കെ, സോ ബട്ടർഫ്ലൈ ആൻഡ് ഫ്ലവർ. ദെൻ ഫിഫ്ത്ത് വൺ കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ അറ്റ് ഫസ്റ്റ് ഹാം ടു ബോത്ത്, ലേറ്റർ ബെനിഫിറ്റ് ഫോർ ദ വിന്നർ. ആദ്യം രണ്ടാൾക്കും നെഗറ്റീവാ, പിന്നെ ആരാണോ വിൻ ചെയ്യുന്നത് അവർക്ക് പോസിറ്റീവാ. ദാറ്റ് ഇസ് കോൾഡ് കോമ്പറ്റീഷൻ. അപ്പോൾ കോമ്പറ്റീഷനിൽ വീടും ക്രോപ്പും. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് വൺ എന്താ തന്നിട്ടുള്ളത്? എക്സാമിൻ ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ടാഡ്പോൾ, ആൽഗെ, കിങ്ഫിഷർ, ഫിഷ്. അപ്പൊ ഇതൊരു ഫുഡ് ചെയിൻ ആണ് തന്നിട്ടുള്ളത് അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? എ. സബ് ക്വസ്റ്റ്യൻ എ ഇസ് റീഅറേഞ്ച് ദ ഗിവൻ ഫുഡ് ചെയിൻ ഇൻ ദ കറക്റ്റ് ഓർഡർ. അപ്പൊ ഒരു ഫുഡ് ചെയിൻ തന്നിട്ടുണ്ട്, കറക്റ്റ് ഓർഡറിലല്ല, കറക്റ്റ് ഓർഡറിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ പ്രൊഡ്യൂസർ, പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ ആൻഡ് ടെർഷ്യറി കൺസ്യൂമർ ഇൻ ദ ഫുഡ് ചെയിൻ. തേർഡ് വൺ, which organism belong to the third trophic level in this food chain? If fish in this food chain completely disappear, how would it affect the ecosystem? ഇത്രയും കാര്യമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ അതിൻ്റെ ആൻസർ മിസ് നോട്ടിൽ എഴുതിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കറക്റ്റ് ഫുഡ് ചെയിൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫുഡ് ചെയിൻ എങ്ങനെയാണ് വരിക? ആൽഗയാണ് ഫസ്റ്റ് വരിക. ആൽഗെ, ടാഡ്പോൾ, ഫിഷ്, കിങ്ഫിഷർ. ഇതാട്ടോ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന കറക്റ്റ് ഫുഡ് ചെയിന്. ഫുഡ് ചെയിൻ എഴുതുമ്പോൾ നമ്മൾ എന്താ ആദ്യം ശ്രദ്ധിക്കേണ്ടത്? പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കണം ഫസ്റ്റ്. നമ്മളുടെ ഫുഡ് ചെയിൻ, ആ ഒരു ആഹാര ശൃംഖല തുടങ്ങുന്നത് പ്ലാന്റ്സിന് വെച്ചിട്ടായിരിക്കണം. അപ്പോൾ പ്ലാന്റ്സിൽ പെടുന്ന ആളല്ലേ ആൽഗെ. അപ്പോൾ ആൽഗെ, പിന്നെ ടാഡ്പോൾ, ഫിഷ്, കിങ്ഫിഷർ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഓരോ ട്രോപ്പിക് ലെവലിലെയും ഓരോ കൺസ്യൂമേഴ്സ് ആ ഒരു ഓർഡറിൽ എഴുതാനല്ലേ പറഞ്ഞത്. സോ ആൽഗയാണ് ഫസ്റ്റ് വരുന്നത്, പ്രൊഡ്യൂസറാണ്. ഇറ്റ് മേക്സ് ഇറ്റ്സ് ഓൺ ഫുഡ്. അപ്പോൾ ആൽഗെ അവരുടെ ഫുഡ് ഉണ്ടാക്കുന്നു. പിന്നെ പ്രൈമറി കൺസ്യൂമർ ടാഡ്പോൾ ആണ്. പ്രൊഡ്യൂസറിനെ ഈറ്റ് ചെയ്യുന്നത് ആരോ? അവരാണ് പ്രൈമറി കൺസ്യൂമേഴ്സ്, ഹെർബിവോഴ്സ് ആണ്.
അപ്പൊ ടാഡ്പോള് ആൽഗിനെ കഴിക്കും. ആ ആൽഗിനെ കഴിക്കുന്ന ടാഡ്പോളിനെ കഴിക്കുന്ന സെക്കൻഡറി കൺസ്യൂമർ ആണ് ഫിഷ്. ദെൻ ടെർഷറി കൺസ്യൂമർ ഇസ് കിങ്ഫിഷർ. ഓക്കെ, അപ്പോൾ സെക്കൻഡറി കൺസ്യൂമർ ആണ് തേർഡ് ട്രോപ്പിക് ലെവലിൽ വരുന്നത്. ദ ഓർഗാനിസം ദാറ്റ് ബിലോങ്സ് ടു ദ തേർഡ് ട്രോപ്പിക് ലെവൽ ഇസ് ഫിഷ്. നമ്മളോട് തേർഡ് ട്രോപ്പിക് ലെവലിൽ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡറി കൺസ്യൂമർ ആണ് ടെർഷറി ട്രോപ്പിക് ലെവലിൽ വരിക. ദെൻ ദാറ്റ് ഇസ് ഫിഷ്. ഈ കേസിൽ ഫിഷ് ആണ്. പിന്നെ ഇനി ഫിഷ് ഇല്ലെങ്കിൽ, ആ ഫുഡ് ചെയിനിൽ ഫിഷ് ഇല്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കിങ്ഫിഷർ ഫിഷ് കഴിഞ്ഞിട്ട് വരുന്ന ആളാണ്. ഫിഷിനെ കഴിക്കുന്ന ആളല്ലേ കിങ്ഫിഷർ. അപ്പോൾ കിങ്ഫിഷർ വിൽ ലോസ് ഇറ്റ്സ് മേജർ ഫുഡ് സോഴ്സ്, പോപ്പുലേഷൻ ഡിക്രീസസ്. അപ്പോൾ കിങ്ഫിഷർ അതിൻ്റെ ഫുഡ് സോഴ്സ് ലോസ് ചെയ്യും. അപ്പോൾ കിങ്ഫിഷറിന്റെ പോപ്പുലേഷൻ ഡിക്രീസ് ചെയ്യും. അതിന് ഫുഡ് കഴിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ പോപ്പുലേഷൻ ഡിക്രീസ് ചെയ്യും. ദെൻ ടാഡ്പോളിന്റെ പോപ്പുലേഷൻ വിൽ ഇൻക്രീസ്. ടാഡ്പോളിന്റെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യും, കാരണം അതിനെ കഴിക്കാനുള്ള ഫിഷ് ഇല്ലല്ലോ. സോ അവരുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യും. കിങ്ഫിഷറിന്റെ പോപ്പുലേഷൻ ഡിക്രീസ് ചെയ്യും. ആൽഗെ മേ ഡിക്രീസ് ഡ്യൂ ടു മോർ ടാഡ്പോൾസ് ഫീഡിങ് ഓൺ ദം. അപ്പോൾ ടാഡ്പോളിനെ കഴിക്കാൻ ഫിഷ് ഇല്ല. അപ്പോൾ ടാഡ്പോൾ ഒരുപാട് വളരും. ടാഡ്പോൾ വളരുന്നതിനനുസരിച്ച് അവർക്ക് ആഹാരം വേണ്ടേ? അവർ കഴിക്കുന്നത് ആൽഗേനല്ലേ. അപ്പൊ ഇവർ ഒരു കൂട്ടം ടാഡ്പോൾസ് അവിടെ ഉണ്ടാകുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടെ ആൽഗേനെ കൺസ്യൂം ചെയ്യും. അങ്ങനെ നമ്മുടെ ഫുഡ് ചെയിൻ ആകെ പ്രശ്നം വരും. സോ ഓവറോൾ ഫുഡ് ചെയിൻ ബിക്കംസ് അൺബാലൻസ്ഡ് ആൻഡ് എക്കോസിസ്റ്റം ഗെറ്റ് ഡിസ്ട്രപ്റ്റഡ്. അതാണ് സംഭവിക്കുക. അപ്പൊ നമ്മളുടെ വെബ് ചെയിനിലെ അല്ലെങ്കിൽ ഫുഡ് ചെയിനിൽ ഒരാൾ നഷ്ടപ്പെട്ടാൽ ആ ഫുഡ് ചെയിന് മൊത്തത്തിൽ പ്രശ്നം വരും. അതാണ് നമ്മളോട് ഈ ഡൈവേഴ്സിറ്റിനെ ഇത്രയും കെയർ ചെയ്യാനൊക്കെ പറയുന്നത്. കാരണം നമ്മൾ കാരണം ഏതെങ്കിലും ഒരു ഫുഡ് ചെയിനിൽ ഒരു കണ്ണി അറ്റുപോയാൽ പിന്നെ അത് മൊത്തം ബാധിക്കും നേച്ചറിനെ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? എ ഫുഡ് ചെയിൻ ക്രിയേറ്റഡ് ബൈ എ സ്റ്റുഡന്റ് ഈസ് ഗിവൻ ബിലോ. എക്സാമിൻ ഇറ്റ് ആൻഡ് ആൻസർ ദ ഫോളോയിങ്. അപ്പൊ പാഡി പ്ലാന്റ്, ബാക്ടീരിയ, വേറെ ആരുമില്ല. ഫുഡ് ചെയിൻ ആകെ 2 ആൾക്കാരേ ഉള്ളൂ, പാഡി പ്ലാന്റും ബാക്ടീരിയയും. ബാക്ടീരിയ എന്താണ്? ഡീകമ്പോസേഴ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇസ് ദ ഫുഡ് ചെയിൻ ക്രിയേറ്റഡ് ബൈ ദ സ്റ്റുഡന്റ് കറക്റ്റ്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? വാട്ട് ഈസ് ദ ജസ്റ്റിഫിക്കേഷൻ ഫോർ ഇറ്റ്? അപ്പൊ ഈ ഫുഡ് ചെയിൻ കറക്റ്റ് ആണോ അല്ലയോ, എന്താ നമ്മളുടെ അഭിപ്രായം? അഭിപ്രായത്തിനനുസരിച്ച് അതിന് ജസ്റ്റിഫിക്കേഷനും ചോദിച്ചിട്ടുണ്ട്. ഇഫ് ഇറ്റ് ഈസ് കറക്റ്റ്, justify. If it is not correct, also justify. Then what would happen if decomposers like bacteria did not exist? Bacteria പോലുള്ള decomposers ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പിന്നെ decomposersന് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതും കൂടെ നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരുന്നത്? പാഡി പ്ലാന്റ്, ബാക്ടീരിയ, അതാണല്ലോ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ചോദിക്കാണ് ഇത് കറക്റ്റ് ആണോ, ഈ ഒരു ഫുഡ് ചെയിൻ കറക്റ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അല്ല. എ ഫുഡ് ചെയിൻ നോർമലി ഷോസ് ഹു ഈറ്റ്സ് ഹൂം വൈൽ ഓർഗാനിസംസ് ആർ അലൈവ്. ആര് കഴിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ഫുഡ് ചെയിൻ വരുന്നത്. ഓക്കെ, പ്രൊഡ്യൂസേഴ്സിനെ സസ്യാഹാരികൾ അല്ലെങ്കിൽ ഹെർബിവോഴ്സ് കഴിക്കുന്നു, ഹെർബിവോഴ്സിനെ കാർണിവോഴ്സ് കഴിക്കുന്നു. ഈ ബാക്ടീരിയ എപ്പോഴും ഡെഡ് ആയിട്ടുള്ള മാറ്റേഴ്സിനെയൊക്കെയാണ് ഡീകമ്പോസ് ചെയ്തിരുന്നത്, ഡീകമ്പോസേഴ്സ്. ബട്ട് നമ്മളുടെ ഫുഡ് ചെയിൻ ഇസ് മെയിൻലി ഫോക്കസ് ഓൺ ദ അലൈവ് ഓർഗാനിസം. ജീവനുള്ള ഓർഗാനിസം എന്ത് കഴിക്കുന്നു, ആര് കഴിക്കുന്നു എന്നതാണ് ഫുഡ് ചെയിൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ പ്രൊഡ്യൂസർ പ്രൈമറി കൺസ്യൂമറിനെ കൺസ്യൂം ചെയ്യും, സെക്കൻഡറി കൺസ്യൂമറിനെ കൺസ്യൂം ചെയ്യും, അങ്ങനെ നമ്മളുടെ ഫുഡ് ചെയിൻ പോവുകയാണ് ചെയ്യുന്നത്. ഡീകമ്പോസേഴ്സ് ആക്ട്സ് ഓൺ ഡെഡ് മാറ്റർ ആൻഡ് വേസ്റ്റസ്. ദേ ബ്രേക്ക് ഡൗൺ ഓർഗാനിക് റിമെയിൻസ് ആൻഡ് റിട്ടേൺ ന്യൂട്രിയൻ ടു ദ സോയിൽ. അപ്പൊ ഇവര് ഡെഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റേഴ്സിലും വേസ്റ്റിലും ഒക്കെയാണ് ഈ ഡീകമ്പോസേഴ്സ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്യും? അതിലുള്ള ന്യൂട്രിയൻസിനെ മണ്ണിലോട്ട് റിലീസ് ചെയ്യും. എന്നിട്ട് ആ മണ്ണിലുള്ള സോയിലുള്ള ന്യൂട്രിയൻസിനെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യും. അങ്ങനെ ആ സൈക്കിൾ പോകും. അപ്പോൾ കറക്റ്റ് സിമ്പിൾ ചെയിൻ വുഡ് ബി, ശരിക്കും ഈ ഫുഡ് ചെയിൻ എങ്ങനെ ആവണമായിരുന്നു? പാഡി പ്ലാന്റിനെ ഗ്രാസ് ഹോപ്പർ കഴിക്കും, ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗ് കഴിക്കും, ഫ്രോഗിന് സ്നേക്ക് കഴിക്കും. Okay, and decomposers would act after these organism dies. അപ്പൊ ഇതിൽ ഏതൊരു ഓർഗാനിസം ഡൈ ചെയ്യുന്ന സമയത്താണ് അവിടെ ഡീകമ്പോസേഴ്സ് എൻ്റർ ചെയ്യുക. ഓക്കെ, ഡെഡ് വേസ്റ്റ്, ബാക്ടീരിയ, ന്യൂട്രിയൻസ് റിട്ടേൺ, അങ്ങനെയാണ് നോർമലി അത് ഉണ്ടാവേണ്ടത്. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഡീകമ്പോസേഴ്സ് ഇല്ലെങ്കിൽ. ഓക്കെ, ഡെഡ് പ്ലാന്റ്സ്, ആനിമൽ ബോഡീസ് ആൻഡ് വേസ്റ്റസ് വുഡ് അക്യുമുലേറ്റ്
ന്യൂട്രിയൻസ് ലൈക്ക് NPK, നൈട്രോജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, അങ്ങനത്തെ മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ഒക്കെ would not be recycled back into the soil. സോ സോയിൽ ഫെർട്ടിലിറ്റി ഫോൾ ചെയ്യും. അപ്പോൾ ഡെഡ് പ്ലാന്റ്സ് ഒക്കെ അവിടെ അക്യുമുലേറ്റ് ചെയ്യും, സോയിലിന്റെ ഫെർട്ടിലിറ്റി ഫോൾ ചെയ്യും, പ്ലാന്റ് ഗ്രോത്ത് ഡിക്ലൈൻ ചെയ്യും. ഇതൊക്കെ നമുക്ക് ഡീകമ്പോസേഴ്സ് ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ദെൻ ഫംഗയും എർത്ത് വോമും. ഫംഗസിൽ വരുന്നവരാണ് മോൾസ്, മഷ്റൂംസ് ഒക്കെ. അപ്പോൾ ഇവരും എർത്ത് വോമുമാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സെറ്റ് അല്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ just comment below. Okay, thank you.